നമസ്കാരം. നാടിൻ്റെ നാവറിയാൻ നേരറിയാൻ നാട്ടോട്ടം വാർത്തകൾ. നമുക്കിന്ന് വാർത്തകളുടെ വിശേഷങ്ങളിലേക്ക് പോകാം. ഇൻ്റർനെറ്റ് സെക്യൂരിറ്റി ഡേയാണ്. നാളത്തെ ദിനവിശേഷങ്ങളോടൊപ്പം കാൽപ്പാടുകളുമുണ്ട്. അത് ശ്രദ്ധിക്കുമല്ലോ. ഇൻ്റർനെറ്റ് സുരക്ഷാ ദിനം, ഇൻ്റർനെറ്റ് സെക്യൂരിറ്റി ഡേ. കർണാടക സംഗീത ലോകത്തിലെ ത്രിമൂർത്തികളിലൊരാളും 200-ലധികം കൃതികളുടെ കർത്താവുമായ ശ്യാമശാസ്ത്രികൾ അന്തരിച്ചു. 1827 അദ്ദേഹം നമ്മെ വിട്ടുപിരിഞ്ഞത്. ബ്രിട്ടീഷ് പുരാവസ്തു ഗവേഷകനും ആന്ത്രപ്പോളജിസ്റ്റുമായ മേരി ലീക്കി ജനിച്ചു. 1913 ഈ ജനനം. ജവഹർലാൽ നെഹ്റുവിൻ്റെ പിതാവ് മോത്തിലാൽ നെഹ്റു ലക്നൌവിൽ അന്തരിച്ചു. 1931 ഈ വിയോഗം. കൊൽക്കത്ത സർവകലാശാലയിൽ ബിരുദാനന്തര ചടങ്ങിലെത്തിയ ബംഗാൾ ഗവർണർ സ്റ്റാൻലി ജാക്സനെ ഛേത്രി സംഘ് പ്രവർത്തകനായ ബീനാദാസ് വധിക്കാൻ ശ്രമിച്ചു. വധശ്രമത്തെ തുടർന്ന് സ്വാതന്ത്ര്യസമര ചരിത്രത്തിൽ അഗ്നികന്യ എന്നവർ അറിയപ്പെടുന്നു. 1932 ഈ സംഭവം. ഗദ്യകാരനും ഫോക്ലോർ പണ്ഡിതനുമായ ചേലനാട്ട് അച്യുതമേനോൻ അന്തരിച്ചു. 1952 ഈ വിയോഗം. ആദ്യത്തെ വനിതാ ഹൈക്കോടതി ജഡ്ജിയായി അന്ന ചാണ്ടി സ്ഥാനമേറ്റു. 1959 ഈ സ്ഥാനാരോഹണം. കുറ്റ്യാടി ജലസേചന പദ്ധതി ഉദ്ഘാടനം ചെയ്തു. 1973 ഇത് ഉദ്ഘാടനം ചെയ്തത്. ചലച്ചിത്രകാരനായ പത്മശ്രീ ഋത്വിക് ഘട്ടക് കൊൽക്കത്തയിൽ അന്തരിച്ചു. 1978 ഈ വിയോഗം. ലളിതാംബിക അന്തർജനം കോട്ടയം ജില്ലയിലെ രാമപുരത്ത് അന്തരിച്ചു. അഗ്നിസാക്ഷി എന്ന നോവലിലൂടെ മലയാള സാഹിത്യ സമ്പത്തിൽ അവർ ചിരപ്രതിഷ്ഠ നേടി. 1987 ഈ വിയോഗം. സാഹിത്യ നിരൂപകനും അധ്യാപകനുമായിരുന്ന എസ് ഗുപ്തൻ നായർ അന്തരിച്ചു. 2006 അദ്ദേഹം നമ്മെ വിട്ടുപിരിഞ്ഞത്. ഇൻ്റർനെറ്റ് അതിശയകരമായൊരു കണ്ടുപിടുത്തമാണ്. അത് നിസ്സംശയമായും നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ രീതിയിൽ ലോകത്തെ മാറ്റിമറിച്ചു. നിർഭാഗ്യവശാൽ ആ വഴികളിലെല്ലാം പോസിറ്റീവായിരുന്നില്ല. നമുക്ക് ആളുകളുമായി വേഗത്തിൽ ബന്ധപ്പെടാനും കാര്യങ്ങൾ എളുപ്പമാക്കാനും പ്രകാശത്തിൻ്റെ വേഗതയിൽ വിവരങ്ങൾ കൈമാറാനും കഴിയുന്നു. ആശയവിനിമയത്തിൻ്റെ ഈ വിവരങ്ങൾ തന്നെ സുരക്ഷയുടെ ദോഷമായി മാറിയേക്കാം. നമ്മുടെ സ്വകാര്യ ജീവിതവും വിവരങ്ങളും ഇൻ്റർനെറ്റിലൂടെ കൈമാറ്റം ചെയ്യപ്പെടുന്നു. സുരക്ഷിതമായ ഇൻ്റർനെറ്റ് ദിനം അവിടെയുള്ള അപകടങ്ങളിൽ നിന്ന് സ്വയം പരിരക്ഷിക്കാനും ഇൻ്റർനെറ്റ് എല്ലാവർക്കും അല്പം സുരക്ഷിതമാക്കാനും നമ്മെ ഓർമ്മിപ്പിക്കുന്നു. 2012 സുരക്ഷിത ഇൻ്റർനെറ്റ് ദിനം ഔദ്യോഗികമായി നിലയിൽ വന്നത്. 2013 അമേരിക്കൻ തിയേറ്ററിലെ ശ്രമങ്ങൾ ഏകോപിപ്പിക്കാൻ കണക്ട് സേഫ്റ്റി ഓർഗനൈസേഷൻ നിയമിപ്പിച്ചപ്പോൾ അമേരിക്കയിൽ കാര്യങ്ങൾ ശരിക്കും മുന്നോട്ട് പോയി. അവർ ഓരോ വർഷവും ഇത് കുറച്ചുകൂടി മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഓരോ വർഷവും അവർ പ്രോത്സാഹിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു പ്രമേയവും അവർ എത്തിച്ചേരാൻ ഉദ്ദേശിക്കുന്ന ഒരു ലക്ഷ്യവും തിരഞ്ഞെടുക്കുന്നു. 2015 അവർ ആ വർഷത്തെ മികച്ച നെറ്റ് ആൻഡ് വേൾഡിലേക്കുള്ള പ്രവർത്തനങ്ങളും ആക്ടിവിസം എന്ന പ്രമേയം പ്രോത്സാഹിപ്പിക്കാൻ തുടങ്ങി. അവർ അവിടെ ഭീഷണിപ്പെടുത്തൽ, ദേശീയ രക്ഷാകർതൃ അധ്യാപക അസോസിയേഷനുമായുള്ള സംയോജനം തുടങ്ങിയ ആശങ്കകളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. സാമൂഹ്യ മാറ്റം വരുത്താൻ സഹായിക്കുന്നതിന് സാങ്കേതികവിദ്യ ഉപയോഗിക്കാൻ പ്രവർത്തിക്കുന്നു. ലോകമെമ്പാടുമുള്ള ജീവിതത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും എല്ലാ തുറകളിലുമുള്ള ആളുകൾക്ക് മുമ്പൊരിക്കലും കഴിയാത്ത രീതിയിൽ ബന്ധപ്പെടാനും ആശയവിനിമയം നടത്താനും കഴിയുന്നതിനാൽ ഇത് ഉപകരണത്തിൻ്റെ പ്രത്യേകിച്ചും ശക്തമായ ഉപയോഗമാണ്. വാർത്തകളുടെ ഓട്ടപ്രദർശനത്തിലേക്ക്. റഫേലും ക്രൂരത, 92 പേർ കൂടി കൊല്ലപ്പെട്ടു. റഷ്യ യുക്രൈൻ യുദ്ധം, 28 പേർ കൂടി കൊല്ലപ്പെട്ടു. സനാതനത്തിലുറച്ച് ഉദയനിധി. രാമക്ഷേത്ര പ്രതിഷ്ഠയിൽ ശങ്കരാചാര്യന്മാർ പങ്കെടുക്കാതിരുന്നത് മോഡി OBC-കാരനായതിനാൽ. തബല മാന്ത്രികൻ സക്കീർ ഹുസൈൻ 3 ഗ്രാമി അവാർഡുകൾ. ബജറ്റ് പ്രസംഗത്തിൽ കേരളയിലും പദ്ധതി നടപ്പിലാക്കാനുള്ള ശ്രമം തുടരുമെന്ന് ധനമന്ത്രി. കേരളത്തിൽ ചൂട് കനക്കുന്നു. വാർത്തകളുടെ അയൽപ്പക്കത്തിലേക്ക്. മനസ്സ് മിനുസമാകുമ്പോഴേ നാം മനുഷ്യരാകൂ.
പെരുമ്പുഴ സ്നേഹം ചാരിറ്റബിൾ സൊസൈറ്റി കുടുംബ സംഗമം നടന്നു. സിവിൽ സർവീസ് സ്വപ്നങ്ങൾക്ക് ചിറക് നൽകാൻ MLAയുടെ സിവിൽ ഫോർജ് പദ്ധതിക്ക് തുടക്കമായി. പെരുമ്പുഴ ജംഗ്ഷനിൽ നടന്നു പോകാൻ കാൽനടയാത്രികർ സർക്കസ് അഭ്യസിക്കണം. യൂണിറ്റ് രൂപവത്കരിച്ചു. ഭിന്നശേഷിക്കാർക്ക് സൗജന്യ കിറ്റ് വിതരണം നടത്തി. ശാസ്ത്രരംഗം ജില്ലാ ശില്പശാല നടന്നു. സഹൃദയ ക്ലബ്ബ് വാർഷികം നടന്നു. സ്കൂൾ വാർഷികം നടന്നു. തിരുനാൾ കൊടിയേറി. ഓരോ സുന്ദര നിമിഷവും അമൂല്യമാക്കുന്നു. ഇനി സൗന്ദര്യം തിളങ്ങട്ടെ. ചിന്നൂസ് ഫാഷൻ ജുവലേഴ്സ്, കുണ്ടറ. വിളംബരത്തിന്റെ നാട്ടിൽ വിശ്വസ്തതയുടെ നാമം. മനസ്സ് മിനുസമാകുമ്പോഴേ നാം മനുഷ്യരാകും. പെരുമ്പുഴ സ്നേഹം ചാരിറ്റബിൾ സൊസൈറ്റി കുടുംബ സംഗമം നടന്നു. വീടകങ്ങളും വീട്ടുമുറ്റങ്ങളും മിനുസമുള്ളതാക്കിയപ്പോൾ മനുഷ്യ മനസ്സുകൾ പരുപരുത്തതായെന്നും മനസ്സുകൾ മിനുസമുള്ളതാകുമ്പോഴേ നാം മനുഷ്യരാവുകയുള്ളൂ എന്നും സാംസ്കാരിക പ്രഭാഷകൻ BK സുരേഷ് ബാബു പെരുമ്പുഴ സ്നേഹം ചാരിറ്റബിൾ സൊസൈറ്റിയുടെ കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രസിഡന്റ് അഡ്വക്കേറ്റ് C ശശികുമാർ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി P നാരായണപിള്ള, N തുളസീദാസൻ പിള്ള എന്നിവർ സംസാരിച്ചു. ഇവിടെ വന്നപ്പോഴാണ് ഇവിടെ വന്നില്ലെങ്കിൽ മോശമായിരുന്നു എന്ന് മനസ്സിലായി. നിങ്ങളുടെ ഈ ഒരു വിശാലമായ ഒരു കാഴ്ചപ്പാടോടുകൂടിയിട്ടുള്ള ആ പേരിനെ അന്വർത്ഥമാക്കുന്ന വാക്കുകളെല്ലാം ഇപ്പോൾ കേവലം ശബ്ദത്തിലും അതിന്റെ രൂപത്തിലും വിലയം പ്രാപിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. വാക്കുകൾ ശബ്ദത്തിലും രൂപത്തിലും വിലയം പ്രാപിക്കുക. വാക്കുകളെല്ലാം പ്രതീകങ്ങളാണല്ലോ. വിശാലമായ അമേയ വസ്തുക്കളുടെ പ്രതീകമായിട്ടാണ് മനുഷ്യൻ വാക്കുകൾ ഉപയോഗിക്കുന്നത്. മേയ വസ്തുക്കൾക്ക് ഒന്നും തന്നെ മേയനാമം അമയനാമവും ഒക്കെ സ്കൂളിൽ പഠിച്ച വ്യാകരണം അറിയാമെന്നാ വിചാരിക്കുന്നത്. മേയനാമം എന്ന് പറഞ്ഞാൽ കണ്ണുകൊണ്ട് കാണാൻ പറ്റിയ, കൈകൊണ്ട് സ്പർശിക്കാൻ പറ്റിയ, അളക്കാൻ പറ്റിയ, തൂക്കാൻ പറ്റിയ വസ്തുക്കളാണ് മേയനാമങ്ങൾ. ഞാൻ എന്ന് പറയുന്നത് ഒരു മേയനാമാണ്. കാരണം എന്നെ നിങ്ങൾക്ക് കാണാം, എന്റെ തൂക്കം അളക്കാം, എന്റെ നീളവും വീതിയും അളക്കാം. നിങ്ങളിരിക്കുന്ന കസേര മേയനാമമാണ്. ഈ വറദാനി, എന്റെ നാട്ടിൽ വറദാനി പ്രസംഗിക്ക് നാക്ക് വറക്കുമ്പോൾ താങ്ങി പിടിക്കുന്ന കൊണ്ട് ഇതിന് വറദാനിയാണ്. ഇവിടുത്തെ ഫാൻ എന്റെ പോക്കറ്റിലുള്ള പേനയാവട്ടെ, എന്റെ കയ്യിൽ കിട്ടിയ വാച്ചാവട്ടെ, കാണുന്ന പദാർത്ഥനിഷ്ഠമായിരിക്കുന്ന എല്ലാ വസ്തുക്കളും മേയനാമമാണ്. പക്ഷിമൃഗാദികൾക്ക് ഈ മേയനാമം മാത്രമേ അറിയാവൂ. മനുഷ്യൻ ഈ ഭൂമിയിലേക്ക് വന്നത് അമേയനാമങ്ങളെ തിരിച്ചറിഞ്ഞതുകൊണ്ടാണ്. അളക്കാൻ പറ്റാത്ത, തൂക്കാൻ പറ്റാത്ത, കാണാൻ പറ്റാത്ത, തൊടാൻ പറ്റാത്ത ഒരുപാട് സംഭവങ്ങൾ ഈ ലോകത്ത്. അതിലൊന്നാണ് സ്നേഹം. 1 കിലോ സ്നേഹം കിട്ടില്ല. 2 കിലോ 2 ഏക്കർ പിന്നെ ദയോ 3 മീറ്റർ കാരുണ്യമോ കിട്ടില്ല. അപ്പൊ സ്നേഹം, കരുണ, ദയ, സൗന്ദര്യബോധം, സഹാനുഭൂതി തുടങ്ങി നമുക്ക് കാണാനോ അളക്കാനോ പറ്റാത്ത ഒരുപാട് വാക്കുകളുടെ പ്രതീകമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന അക്ഷരങ്ങളുണ്ട്. ഭാഷയെന്ന് പറയുന്നത്, ഭാഷയിൽ ചില കാര്യങ്ങൾ പിടിച്ചു കെട്ടാൻ പറ്റാത്തതാണ്. ഇന്നു ഭാഷയ പൂർണ്ണമിംഗതോ വന്നു പോകുമ്പോഴേയും അർത്ഥശങ്കയാൽ എന്ന് മരണപ്പെട്ടിട്ട് 100 വർഷം തികഞ്ഞ ഈ വർഷം 100 വർഷം തികഞ്ഞ ഒരു മനുഷ്യന്റെ വരികൾ നിങ്ങൾക്ക് കിട്ടാം. അത് കുമാരനാശാന്റെ വരികളാണ്. ഭാഷ നമ്മുടെ മനസ്സിന്റെ ആകാശത്തിലും മനസ്സിന്റെ വൈകുണ്ഠത്തിലും കണക്കായി അവതരിപ്പിക്കാൻ വേണ്ടത്ര മതിയാവുന്നില്ല. ചിലപ്പോൾ നമ്മൾ ചിലപ്പോൾ ഭയങ്കരം എന്ന വാക്ക് ഉപയോഗിച്ച് യഥാർത്ഥ ഭയങ്കരത്തിന് ഭയങ്കര മാർക്കാന്ന് പറയുന്നത്. ഭയങ്കര മാർക്കാന്ന് പറയുന്നത് ശുദ്ധാസംബന്ധമാണ്. മാർക്ക് ഒരിക്കലും ഭയങ്കരമല്ല, അത് ആശ്വാസം ഉണ്ടാക്കുന്നതാണ്.
പക്ഷെ നമ്മൾ ഉപയോഗിക്കുന്നത് ഭയങ്കര വാക്കാണ്. അപ്പൊ യഥാർത്ഥത്തിൽ ഭയമുണ്ടാക്കുന്ന ഗാസയിലെ തെരുവുകളിൽ പടഞ്ഞു മരിക്കുന്ന കുട്ടികളോട് അവർക്ക് എങ്ങനെയാണ് ഭയങ്കരം എന്ന വാക്ക് ഉപയോഗിക്കാൻ പറ്റുക? അവിടെ ഭയങ്കരം എന്ന വാക്ക് അപൂർണമാണ്. അവരുടെ വേദനകൾ അവതരിപ്പിക്കാൻ ഒരു വാക്ക് മലയാളത്തിലോ ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ ഒരു ഭാഷയിലും ഇല്ല. അതുകൊണ്ട് വാക്കുകൾ എന്ന് പറയുന്നത് പരിമിതമായ പ്രതിരൂപങ്ങളാണ്. ഭാഷയുടെ നിർവചനത്തിൽ പറയുന്നുണ്ട്, ഒരു പ്രദേശത്ത് താമസിക്കുന്ന ജനങ്ങൾ പരസ്പര ധാരണയുടെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കി വെച്ച ചിഹ്നശബ്ദ പ്രതീകങ്ങളുടെ കൂട്ടത്തെയാണ് ഭാഷ എന്ന് പറയുക. ചിഹ്നവും ശബ്ദവുമാണ് പ്രതീകങ്ങൾ. ഞാനിപ്പോ ഉപയോഗിക്കുന്ന വാക്ക് വായിലൂടെ വരുന്ന ക്ക് ആണ്. ക്ക് എന്ന് പറയുന്നത് തൊണ്ടയിൽ നിന്നുള്ള ശബ്ദമാണല്ലോ. വായിലൂടെ പുറത്തേക്ക് വരുന്നത് കൊണ്ടാണ് അതിനെ വാക്ക് എന്ന വാക്കിന്റെ അർത്ഥം മനസ്സിലായത്. അത് എഴുതുമ്പോൾ അത് കാല് കടലാസിൽ പതിയുന്നത് കൊണ്ടാണ് അത് പദം ആവുന്നത്. പദം 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 പുററ്റുന്ന പാടി പാടി പോവുക, പദം കാലാണ്. തൊണ്ടയിലുള്ള വാക്ക് കടലാസിൽ പദം മുങ്ങുമ്പോൾ അത് പദങ്ങളാകും. ആ പദം അക്ഷരമാണ്. അക്ഷരം എന്ന് പറയുന്നത് കേവലം പ്രതിരൂപങ്ങളാണ്. ചക്ക എന്ന് എഴുതിയാൽ ചക്കയുടെ ചിത്രമാകുന്നില്ല. ചക്ക എന്ന വാക്ക് പറയുമ്പോൾ ചക്കയുടെ ശബ്ദവുമാകുന്നില്ല. എന്നിട്ടും ഞാൻ ചക്ക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സംഭവം പിടിപ്പിക്കിയത് ചക്ക എന്ന ശബ്ദം പ്രതീകാത്മകമായി നമ്മൾ പരസ്പര ധാരണയോടെ ഉണ്ടാക്കി വെച്ചതുകൊണ്ടാണ്. അപ്പോൾ ചക്ക എന്ന് പറയുമ്പോൾ ഒരു ഒന്നെങ്കിലും വേണം മാറാൻ ഓരോ ചുളയിലും നടുക്ക് കുഞ്ഞു ഉറങ്ങീര് ചേർന്ന് വന്നാൽ ചക്കയാന്ന് മനസ്സിലാവുന്നില്ലേ? കേകേന്റെ ലക്ഷണം പഠിക്കാൻ പ്രയാസമായിട്ട് ഞങ്ങൾ പഠിച്ചതാണ് ചക്കേന്റെ ലക്ഷണം. ഒരു ഒന്നെങ്കിലും വേണം മാറാൻ ഓരോ ഗണത്തിലും നടുക്ക് എനി പാതാതി പൊരുത്തമിന് രേഖയാണ്. ഇത് പഠിക്കാൻ ബൈഹാർട്ട് പഠിക്കാൻ പ്രയാസപ്പെട്ടിട്ടാണ് ചക്കേന്റെ ലക്ഷണം ആദ്യം പഠിച്ചപ്പോ കേകേന്റെ ലക്ഷണം പോയി. ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ ഈ വാക്കുകളെല്ലാം പ്രതീകങ്ങളാണ്, പ്രതിരൂപങ്ങളാണ്. ലോകത്തിലെ ഏറ്റവും മനോഹരമായ പ്രതിരൂപം ഏതാണെന്ന് അറിയാം? കാലത്തിന്റെ പ്രതിരൂപങ്ങൾ. കാലത്തിന്റെ പ്രതിരൂപങ്ങൾ മൂന്നാണ്. ഒന്ന് പ്രകൃതി, രണ്ട് ഈശ്വരൻ, മൂന്ന് മനുഷ്യൻ. ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പ്രളയപയോധിയിൽ ഉറങ്ങിയുണർന്നൊരു പ്രഭാമയൂഖമേ കാലമേ, പ്രകൃതിയും ഈശ്വരനും ഞാനും നിന്റെ പ്രതിരൂപങ്ങളല്ലേ എന്ന സുന്ദരമായൊരു വരി ഓർമ്മയുണ്ടോ വയലാറിന്റെ? പ്രകൃതിയും ഈശ്വരനും മനുഷ്യനും ഇത് പരസ്പര പൂരിതമാണ്. ഈ പൂരിതമായ പരസ്പര പൂരകമായി നടത്തേണ്ട കാര്യങ്ങളിൽ അത് മൂന്നിനും തുല്യ പ്രാധാന്യം കൊടുക്കാത്തതിന്റെ ദുരന്തമാണ് നമ്മൾ ഇന്ന് ലോകത്ത് അമേയനാമങ്ങളുടെ മൂല്യത്തകർച്ചയ്ക്ക് കാരണം. സ്നേഹം, കാരുണ്യം, ദയ തുടങ്ങിയത് മൂല്യത്തകർച്ചയ്ക്ക് കാരണം ഇത് മൂന്നിനും തുല്യ പ്രാധാന്യമില്ല. മനുഷ്യൻ, പ്രകൃതി, ദൈവം, ഇത് മൂന്നും പരസ്പര പൂരിതമാണ് എന്ന് പറഞ്ഞാൽ ഇത് മൂന്നും ചേർന്നാലേ 100% ആവൂ. 100%ത്തിൽ ഓരോന്നും അത്രയാ 33.3% അല്ലേ? അപ്പൊ മനുഷ്യൻ എത്രയാ സ്ഥാനം? 33.3. ഇത് 3 കോണുകളാണ്. കോണിന് സംസ്കൃതത്തിൽ പറയുന്നത് കോടി എന്നാണ്. ഉച്ചകോടി. പുലരേ പൂങ്കോടിയിൽ എന്നൊരു പാട്ട് കേട്ടിട്ടുണ്ട്. പ്രഭാതത്തിലെ സൂര്യൻ ഉദിച്ചു വരുന്ന ഭൂമിയും സൂര്യനും ഒത്തുചേരുന്ന കോണിനാണ് പൂങ്കോടി എന്ന് പറയുക. അപ്പൊ കോടി എന്ന് പറഞ്ഞാൽ കോണാണ്. മനുഷ്യന്റെ സ്ഥാനം 33.3 കോടിയാ. പ്രകൃതിയുടെ സ്ഥാനം 33.3 കോടിയാ. ദൈവത്തിന്റെ സ്ഥാനം 33.3 കോടിയാ. അതായി 33 കോടി ദൈവം എന്ന് പറയുന്നത്. മനസ്സിലായോ? അല്ലാതെ 33 കോടി ദൈവമൊന്നുമില്ല. ഇതൊന്നും ഇതിന്റെ അർത്ഥം മനസ്സിലാവാതെ പറയുന്ന 33 കോടി ദൈവം എന്ന് പറഞ്ഞാൽ നമുക്കും പ്രകൃതിക്കും തുല്യമായ സ്ഥാനമേ ദൈവത്തിനുള്ളൂ. പക്ഷേ മനുഷ്യനേക്കാൾ പ്രാധാന്യം ദൈവത്തിന് കൊടുക്കുക, പ്രകൃതിയേക്കാൾ പ്രാധാന്യം ദൈവത്തിന് കൊടുക്കുക. മനുഷ്യന് പ്രാധാന്യം കൊടുക്കാതെ ദൈവത്തിന് പ്രാധാന്യം കൊടുക്കുന്ന കഴിയുള്ളൂ. അവിടെയാണ് സ്നേഹത്തിന്റെ ഉൽപ്പത്തി ഉണ്ടാകുന്നത്. സ്നേഹം എന്ന വാക്ക് സ്നിഗ്ധതയിൽ നിന്നാണ് ഉണ്ടായത്. സ്നിഗ്ധത എന്ന് പറയുന്നത് എന്താ? സ്നിഗ്ധമായ
സ്നിഗ്ധമാരുടെയോ ചുടുനിശ്വാസം തന്ത്രികളിൽ പതിച്ച നേരം കാതരയാമൊരു പക്ഷിയൻ ജാലക വാതിലിൻ ചാരേ ചിലച്ചു നിൽക്കേ, വാതിലിൻ ചാരേ ചിലച്ചു നിൽക്കേ, ഒരു മാത്ര വെറുതെ നിലച്ചുപോയി എന്ന പാട്ടിൽ അരികിൽ നീയുണ്ടായിരുന്നെങ്കിൽ എന്ന ഗോയമ്പിയുടെ ആ സിനിമാ ഗാനത്തിൽ സ്നിഗ്ധമാരുടെയോ നെടു വിശ്വാസം തൃത്തന്തികളിൽ പതിച്ചത്. സ്നിഗ്ധത എന്ന് പറയുന്നത് നേർത്തതും മിനുസമുള്ളതുമാണ്. മിനുസം എന്ന വാക്ക് നിങ്ങൾ ആലോചിക്കും. നമ്മുടെ ലോകമെല്ലാം മിനുസം കൂടി വരുന്ന കാലമാണ്. നമ്മുടെ വീടിന്റെ അകം മിനുസമാണ്, നമ്മുടെ ടോയ്ലറ്റ് മിനുസമാണ്, നമ്മുടെ ചുമരുകൾ മിനുസപ്പെടുത്തിയിരിക്കുന്നു, പുറത്ത് കാണുന്നതെല്ലാം മിനുസമാണ്. പണ്ട് അങ്ങനെ ആയിരുന്നില്ല. വീടിന്റെ അകം പരുക്കനായിരുന്നു, ചാണകം മെഴുകിയ പരുക്കനായിരുന്നു, ചുമരുകളും പരുക്കനായിരുന്നു, ഇടവഴികൾ പരുക്കനായിരുന്നു. പക്ഷെ ആ പരുക്കൻ ഇടവഴികളിലൂടെ നടക്കുമ്പോൾ ആ പരുക്കൻ യാഥാർത്ഥ്യങ്ങൾ നമ്മുടെ പാദങ്ങളുടെ അടിയിൽ സ്പർശിക്കുമ്പോൾ ഉണ്ടാകുന്ന അക്യുപഞ്ചറിലൂടെ നമ്മുടെ മനസ്സ് മിനുസമുള്ളതായിരുന്നു. ഇന്ന് മിനുസമുള്ള ചെരുപ്പുകളാണ് നമ്മളുള്ളത്. എല്ലാവരും മിനുസമുള്ള തറയിലാണ് കിടന്നുറങ്ങുന്നത്. എല്ലാം മിനുസമാണ്. പക്ഷെ മനസ്സ് പരുക്കനായി. പുറത്ത് സ്നിഗ്ധത വളരുമ്പോൾ അകത്തെ സ്നിഗ്ധത നഷ്ടപ്പെടുകയാണ്, അല്ലേ? അവയവങ്ങൾക്കെല്ലാം കേട് വന്നാൽ ചികിത്സ നടക്കുന്നുണ്ട്. പക്ഷേ കൊടും കേട് ബാധിച്ച പാവം മനസ്സോ, പാവം മാനവ ഹൃദയം എന്ന കവിതയിൽ സുഗതകുമാരി ടീച്ചർ പറയാം, കുറിച്ചു മാറ്റാം കേടുവന്നൊരാ അവയവത്തെ, പക്ഷേ കൊടുങ്കേട് ബാധിച്ച പാവം മനസ്സോ. ആ മനസ്സിന്റെ സ്നിഗ്ധതയാണ് സ്നിഗ്ധത. സ്ന എന്ന വാക്കിൽ നിന്നാണ്. ആ സ്ന ഉള്ളിൽ ഉണ്ടാകുമ്പോൾ ഹം പറഞ്ഞാൽ അഹം ആണ്. സ്നിഗ്ധത അഹം ഉള്ളിൽ ഉണ്ടാകുമ്പോഴാണ് സ്നേഹം ഉണ്ടാകുന്നത്. സ്നിഗ്ധത നമ്മുടെ മനസ്സിനകത്തും മിനുസമുണ്ടാകും. മനസ്സിനകത്ത് പരുക്കൻ അവസ്ഥയിൽ നിന്ന് മോചനമുണ്ടാകും. അപ്പോ ഈ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ പേരിന്റെ ആഴം മനസ്സിലായി. സ്നിഗ്ധമായിരിക്കുന്ന അഹംബോധമാണ് സ്നേഹം. ആ സ്നേഹം എന്ന വാക്കിന് ഉള്ളൂര് പരമേശ്വരയ്യെ കൊടുത്ത നിർവചനം സ്നേഹം പ്രകൃത്യമ്പ കരത്തിലെന്നും ദീപം പ്രകാശിപ്പതിൽ അതിൻ പ്രഭാവം. ഓരോ വരിക്കും ഓരോ തത്വശാസ്ത്രമാണ്. പ്രകൃതിയാകുന്ന ഭൂമിയിലെ അല്ല അമ്പ, ഭൂമി ആകാശം എല്ലാം ചേർന്ന പ്രകൃതി. ആ അമ്മയാണ് കുരൂരമ്പ. നമ്മുടെ അമ്പയാര കുരൂരമ്പയാണ്. കൊടുങ്ങല്ലൂർ ശ്രീ കുരുമ്പേ എന്ന് കേട്ടിട്ടില്ല? എന്താ ഈ കുരു? ഈ കുരൂരമ്പ എന്ന വ്യാഖ്യാനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. കുരു എന്ന് പറഞ്ഞാൽ ഗോളത്തിന്റെ പച്ചമലയാണ്. പ്രപഞ്ചത്തിന്റെ തനത് സ്വഭാവം ഗോളമാണ്. എല്ലാം ഗോളാകൃതിയിലാണ്. തനിയെ ഒന്നിനെ സ്വതന്ത്രമായിട്ട് ഫ്ലെക്സിബിളായിട്ടാൽ അത് സ്വയം ഗോളമാകും. നമ്മളെ വല്ലാതെ ക്ഷീണമായിട്ട് കിടക്കുമ്പോൾ നമ്മൾ ഗോളമായിട്ട് അമ്മയുടെ ഗർഭപാത്രത്തിൽ അണ്ടത്തിൽ കിടക്കുന്നത് പോലെയാണ് നമ്മൾ കിടക്കുക. കൈയെല്ലാം കാലിൻ്റെ ഇടയിൽ കൊണ്ടുവച്ചിട്ട് ചുരുണ്ടുകൂടി കിടക്കുക. അതാണ് നമ്മൾക്ക് ഏറ്റവും സുരക്ഷിതത്വം. ഉരുണ്ട് കിടക്കാൻ, ചുരുണ്ടുകൂടി കിടക്കാൻ ഏറ്റവും സുരക്ഷിതത്വം അതാണ്. ഒരു മഗ്ഗിൽ വെള്ളം എടുത്തിട്ട് ആകാശത്തേക്ക് ഒഴിക്കുക. ആ വെള്ളം ഒരിക്കലും മഗ്ഗിന്റെ ഷേപ്പിൽ നിൽക്കില്ല. അതെല്ലാം സ്വയം ഒരു ഗോളമായി മാറുന്നത്. ആരാ ഇതിങ്ങനെ ഉരുട്ടി കൊടുക്കുന്നത്? നിങ്ങൾ ചപ്പാത്തിക്ക് ഉരുട്ടുമ്പോ അത്ര നേരം ഉരുട്ടണമല്ലേ? എന്നാൽ ആരും ഉരുട്ടി കൊടുക്കാതെ സ്വയം വെള്ളം ഗോളങ്ങളായി മാറുന്നത് കണ്ടിട്ടില്ലേ? അപ്പൊ പ്രകൃതിയുടെ തനതു ഭാവം ഗോളാകൃതിയാണ്. ആ ഗോളാകൃതിയിലുള്ളതാണ് അതിന്റെ പച്ച മലയാളാണ് കുരു. അതുകൊണ്ടാണ് നമ്മൾ ഇതിനകത്തുള്ള പഴങ്ങളുടെ അകത്ത് കുരു എന്ന് പറയും. കുരുവാണ്, ഗോളാകൃതിയാണ് കുരു. കുരു പ്രപഞ്ചത്തിൽ ഒരുപാട് കുരുവുണ്ട്. അതിൽ ഐശ്വര്യമുള്ള ഒരു കുരുവേ ഉള്ളൂ. ജീവനുള്ള, മഴയുള്ള, വെള്ളമുള്ള, മഴവിലുള്ള, പാട്ടുള്ള,
പുഷ്പങ്ങളുള്ള വലിയൊരു കുരു ഭൂമിയാകുന്നുണ്ട്. അപ്പൊ ആ കുരുവിന് എന്ത് പറയും? ശ്രീ കുരു. ആ കുരുവാണ് നമ്മുടെ അമ്മ. അതാ ശ്രീ കുരുമ്പ. മനസ്സിലായി? ആരെ ഈ ശ്രീ കുരുമ്പ എന്ന് മനസ്സിലായി? ഭൂമിദേവിയാണ്. ഭൂമിദേവിയാണ് ശ്രീ കുരുമ്പ. ആ കുരുമ്പ ഭൂമി. പ്രകൃത്യമ്പ, പ്രകൃതിയാകുന്ന അമ്പ. പ്രകൃതി എന്ന വാക്ക് എങ്ങനെ ഉണ്ടായി? പ്ര എന്ന വാക്കിന് പ്രൈമറി എന്നർത്ഥം, ഫസ്റ്റ് എന്നർത്ഥം. പ്ര എന്ന് പറഞ്ഞാൽ ഫസ്റ്റ്. കൃതി എന്ന് പറഞ്ഞാലോ ഉണ്ടാക്കിയത് എന്നാണ്, അല്ലേ? ഒരുപാട് കൃതി, പെരുമ്പഴ സാറിന്റെ കൃതി എന്ന് പറയില്ലേ? കൃതി, ഉണ്ടാക്കിയത്. സ്വയം കൃതിയാന്ന് പറഞ്ഞത് അതുപോലെ വിശ്വസിക്കട്ടെ. സ്വയം കൃതിയായിട്ട് സ്വയം ഉണ്ടാക്കുന്നത്. ചില കഥകൾ ചില സ്വയം ഉണ്ടാക്കുന്നത്, സ്വയം കൃതി. അപ്പൊ പ്രകൃതിയോ ആദ്യം ഉണ്ടാക്കിയത്. അതാ പ്രകൃതി. മനസ്സിലായി? പ്രകൃതി ആദ്യം ഉണ്ടാക്കിയതാണ് പ്രകൃതി. ആദ്യം ഉണ്ടായത് പഞ്ചഭൂതങ്ങളാണ്, പൃഥ്വി, വായു, ആകാശം. അതുകൊണ്ടാണ് പ്രപഞ്ചം എന്ന് പറയുന്നത്. ആദ്യം ഉണ്ടായ അഞ്ചെണ്ണം പ്രപഞ്ചം. പ്രകൃതി തന്നെയാണ് പ്രപഞ്ചം. ആദ്യം ഉണ്ടായ അഞ്ചെണ്ണം. ആ പ്രകൃത്യമ്പ കരത്തിലേന്തുന്ന ദീപം സ്നേഹമാണ്. ആ സ്നേഹത്തിന്റെ പ്രത്യേകത എന്താ? വെളുക്കിന്റെ പ്രത്യേകത എന്താ? വെളിച്ചത്തിന്റെ പ്രത്യേകത അറിയാമോ? വെളിച്ചത്തിന്റെ പ്രത്യേകത വെളിച്ചം ഉള്ളിടത്ത് നിൽക്കില്ല എന്നതാണ്. വെളിച്ചം ആണ് പ്രസരിച്ചുകൊണ്ടിരിക്കുക. അതിനാവുന്ന ആയത്തോളം പ്രചരിച്ചുകൊണ്ടിരിക്കും. സഹപ്രവർത്തകരുടെ അടുത്തേക്ക് ആവുന്ന ആയത്തോളം. ആയത്തോളം എന്ന് പറഞ്ഞാൽ എത്രത്തോളമാണ്? ഊഞ്ഞാലിന്റെ ആയം അത്രയാണ്. ഊഞ്ഞാലിന്റെ ആയം, ആ ഊഞ്ഞാല് കെട്ടിയിരിക്കുന്ന കയറിന്റെ ആയം അതാണ്. കുഞ്ഞിന്നു ഈറ്റ കൊടുത്തുകൊണ്ടേ കുട്ടിയോടെ കൂടെ നടത്തിക്കൊണ്ടേ പുതുമണിയൊന്നു കൊറിച്ചുകൊണ്ടേ കൈകൾ ഊഞ്ഞാലായത്തിൽ വീശിക്കൊണ്ടേ. ആയം എന്ന് പറഞ്ഞാൽ എത്രത്തോളം മുന്നോട്ട് പോകാൻ പറ്റുമോ അത്രത്തോളം. അപ്പൊ ആയം, ആയം വെളിച്ചത്തിന്റെ പ്രത്യേകത. അതിന് പോകാൻ പറ്റിയ ഒരു ആയം. ആ ആയത്തോളം പോകും. അപ്പോഴാണ് സഹപ്രവർത്തകരോടുള്ള ആയമാകുന്നത്. അതിനാണ് സഹായം എന്ന് പറയുന്നത്. സഹായം എന്ന വാക്കിനെ ഉണ്ടായത് മനസ്സിലായോ? സ്നേഹം ദീപം പ്രകാശിപ്പത് അതിൻ പ്രഭാവം. വെളിച്ചം അത് പ്രകാശിക്കണം, അത് പുറത്തേക്ക് പോകണം. അല്ലാതെ ഘടദീപങ്ങളാവരുത്. അമ്മമാരുടെ സ്നേഹം കുട്ടികൾ അറിയുന്നില്ല പലപ്പോഴും. അച്ഛനും അമ്മയ്ക്കും സ്നേഹമുണ്ട്. അതിനു വേണ്ടിയിട്ട് മക്കൾക്ക് വേണ്ടിയിട്ട് അവൻ MBBS ചേർക്കാൻ, അവൻ MTech ചേർക്കാൻ, അവനെ കാനഡയിൽ അയക്കാൻ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയിട്ട് പണിയെടുത്തിട്ട് അതിനു വേണ്ടിയിട്ട് പൈസ ഉണ്ടാക്കുകയാണ്. പക്ഷെ ഒരിക്കൽ പോലും അവനോടൊന്ന് ചിരിച്ച് സംസാരിച്ചിട്ടില്ല. ഒരിക്കൽ പോലും അവനെ ഒന്ന് കെട്ടിപ്പിടിച്ചിട്ടില്ല. എന്ത് കാര്യ? ദീപം പ്രകാശിക്കണ്ടേ? സ്നിഗ്ധത പുറത്തേക്ക് വഴിയുമ്പോഴാണ് സഹായം ഉണ്ടാകുന്നത്. പുറത്തേക്ക് അറിയണം. നമ്മുടെ മനസ്സിൽ എല്ലാവരോടും സിമ്പതി ഉണ്ടായിട്ട് എന്ത് കാര്യമാണ്? എന്തോ കാര്യം സിമ്പതി കൊണ്ട് ഒരു കാര്യം. ഇവിടെ നിങ്ങളുടെ സ്നേഹം ചാരിറ്റബിൾ സൊസൈറ്റിയുടെ മഹത്വം സിമ്പതി എമ്പതിയാക്കി മാറ്റി എന്നതാണ് നിങ്ങളുടെ മഹത്വം. സിമ്പതിയെ എമ്പതിയാക്കി മാറ്റി. നിങ്ങളുടെ സ്നേഹം അത് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടണം. സിവിൽ സർവീസ് സ്വപ്നങ്ങൾക്ക് ചിറകു നൽകാൻ MLAയുടെ സിവിൽ ഫോർജ് പദ്ധതിക്ക് തുടക്കമായി. ഹൈസ്കൂൾ +2 വിദ്യാർത്ഥികളെ കേന്ദ്ര സർവകലാശാലയിൽ എത്തിക്കുന്നതിനും അവരിൽ നേതൃത്വപാഠം വർദ്ധിപ്പിക്കുന്നതിനുമായി സംഘടിപ്പിച്ച കണക്ട് കുണ്ട്ര പദ്ധതിയുടെ തുടർച്ചയായി സിവിൽ ഫോർജ് പദ്ധതിക്ക് തുടക്കമായി. PC വിഷ്ണുനാഥ് MLAയുടെ സമഗ്ര വിദ്യാഭ്യാസ വികസന പദ്ധതിയായ കണക്ട് കുണ്ട്രയുടെ ഭാഗമായി മണ്ഡലത്തിലെ കോളേജ് വിദ്യാർത്ഥികളെ സിവിൽ സർവീസ് സ്വപ്നത്തിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യമാണ് സിവിൽ ഫോർജ് 1 ഡേ വർക്ക്ഷോപ്പ് പ്രോഗ്രാമിന് പിന്നിൽ. ഇതിൻ്റെ
ആരംഭഘട്ടമായി മണ്ഡലത്തിലെ എല്ലാ കോളേജുകളിലും വിദ്യാർത്ഥികൾക്ക് സിവിൽ സർവീസ് ഓറിയൻറ്റേഷൻ സെഷൻ സംഘടിപ്പിച്ചു. ആദ്യ സെഷൻ കുണ്ടറ IHRD കോളേജിൽ സംഘടിപ്പിച്ചു. സിവിൽ സർവീസ് പരീക്ഷയുടെ ആമുഖം, പ്രധാന വിഷയങ്ങൾ, പഠനരീതി, സിവിൽ സർവീസ് പദവികൾ എന്നിവയെക്കുറിച്ചാണ് പ്രധാനമായി സെഷനിൽ വിദ്യാർത്ഥികൾക്കായി അവബോധം നൽകിയത്. സോഷ്യൽ എഞ്ചിനീയറിംഗ് ടീമായ VCANൻ്റെ സഹകരണത്തോടു കൂടിയാണ് കണക്റ്റിൻ്റെ എല്ലാ പ്രോഗ്രാമുകളും സംഘടിപ്പിക്കുന്നത്. കേരളത്തിലെ തന്നെ പ്രധാനപ്പെട്ട സിവിൽ സർവീസ് പരിശീലന കേന്ദ്രമായ സീഖ് അക്കാദമിയിലെ സിവിൽ സർവീസ് വിദഗ്ധർ സംഗീത്, ഷാന എന്നിവർ സെഷന് നേതൃത്വം നൽകി. IHRD BSc ഡിപ്പാർട്ട്മെൻറ്റ് IHOD ഷാജി സ്വാഗതം പറഞ്ഞു. കണക്റ്റ് പ്രോജക്റ്റ് കോർഡിനേറ്റർ നവമി വിദ്യാർത്ഥികൾ സിവിൽ സർവീസ് 1 ഡേ വർക്ക്ഷോപ്പ് പ്രോഗ്രാമിനെ പറ്റിയും ബിരുദാനന്തര ബിരുദത്തിനായുള്ള ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സർവകലാശാലകളുടെ എൻട്രൻസ് പരീക്ഷയായ CUET കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റിനെക്കുറിച്ചും വിശദീകരിച്ചു. പെരുമ്പഴ ജംഗ്ഷനിൽ യാത്ര ദുരിതം. വാട്ടർ അതോറിറ്റി റോഡിൽ തലങ്ങും വിലങ്ങും പൈപ്പിടാൻ കുഴിയെടുക്കുകയും മൂടാതിരിക്കുകയും ചെയ്യുന്നത് പെരുമ്പഴയിൽ മണിക്കൂറുകൾ നീളുന്ന ഗതാഗതക്കുരുക്കുണ്ടാക്കുന്നു. പെരുമ്പഴ നല്ലില്ല റോഡിലും പെരുമ്പഴ കുണ്ടറ കണ്ണനല്ലൂർ കേരളവനം റോഡുകളുടെ വശങ്ങളിലും പൈപ്പിടാൻ കുഴിച്ച കുഴികൾ ചാലുകളായി കിടക്കാൻ തുടങ്ങിയിട്ട് 1 വർഷത്തിലേറെയായി. കഴിഞ്ഞ ദിവസം ജംഗ്ഷനിൽ കണ്ണനല്ലൂർ കുണ്ടറ റോഡിൽ കുറുകെ കുഴിച്ച് പൈപ്പിട്ടതോടെ ഇവിടെയും അരയടിയതിലധികം താഴ്ചയിൽ ചാലായത് വർദ്ധിച്ച കുരുക്കിന് കാരണമായി. 4 റോഡുകളും ചേരുന്ന ജംഗ്ഷനായതിനാൽ റോഡ് മുറിച്ച് പോലും വാഹനങ്ങൾക്ക് യാത്ര ബുദ്ധിമുട്ടാകുന്നു. ഗതാഗതം നിയന്ത്രിക്കാൻ പോലീസ് കൂടിയില്ലാത്തത് ദുരിതം വർദ്ധിപ്പിക്കുന്നു. പെരുമ്പുഴ ഗ്രാമോദ്ധാരണ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് N തുളസീദാസൻപിള്ള 6 മാസം മുമ്പ് വാട്ടർ അതോറിറ്റിക്ക് മന്ത്രി മുഹമ്മദ് റിയാസിന് പരാതി നൽകിയെങ്കിലും നടപടി ഉണ്ടായിട്ടില്ല. ശാസ്ത്രരംഗം ജില്ലാ ശില്പശാല പൂർത്തിയായി. ശാസ്ത്രരംഗം ജില്ലാ ശില്പശാല കേരളപുരം ഗവൺമെൻറ് ഹൈസ്കൂളിൽ നടന്നു. വാർഡംഗവും ചലച്ചിത്ര നാടക പ്രവർത്തകനുമായ TS മണിവർണ്ണൻ ഉദ്ഘാടനം ചെയ്തു. പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ T ജെയ്സൺ അധ്യക്ഷത വഹിച്ചു. രഘുനാഥൻ പിള്ള, ജില്ലാ കോർഡിനേറ്റർ ജിജു മാത്യു, VK ആദർശ് കുമാർ, രാജീവ്, PTI വൈസ് പ്രസിഡന്റ് അൻസാർ, പ്രോഗ്രാം ജോയിൻറ്റ് കൺവീനർ CE ശൈലജ എന്നിവർ സംസാരിച്ചു. 198 കുട്ടികളാണ് ശില്പശാലയിൽ പങ്കെടുക്കുന്നത്. അവസാനം ജയിലിൽ ശിക്ഷ അനുഭവിക്കുന്ന തൂക്കിലേറ്റപ്പെടാൻ വിധിക്കപ്പെട്ടുള്ള കുറേ ജയിൽ പുള്ളികളെയാണ് ആദ്യ യാത്രയിൽ കൊണ്ടുപോയെന്ന് പറയുന്നു. അതുപോലെ എനിക്ക് നിങ്ങളെ എല്ലാം ഇരുത്തി വിധിക്കപ്പെട്ട് നിങ്ങൾക്കിങ്ങനെ കേട്ടുകൊണ്ടിരുന്നേ പറ്റൂ എന്ന് പറയുന്ന മുഖങ്ങളാണ് നിങ്ങളുടെ മനസ്സാണ് നിങ്ങളുടെ മുഖത്ത് തെളിഞ്ഞു വരുന്നത്. അതുകൊണ്ടാണ് പ്രസംഗമൊന്നും ഞാൻ നടത്തുന്നില്ല. ശാസ്ത്ര ബോധവും ശാസ്ത്ര വളർച്ചയും ശാസ്ത്രത്തിൻ്റെ ഒരു രാജ്യത്തിൻ്റെ ഏറ്റവും അനിവാര്യമായ ഒന്നാണ് ശാസ്ത്രം. ശാസ്ത്രപംക്തിയിൽ ഇന്ന് സോക്രട്ടീസിൻ്റെ മരണവുമായി ബന്ധപ്പെട്ടാണ്. എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ എങ്ങനെയാണ് ഇല്ലാതാക്കിയത്? അതിനൊരു കാരണമുണ്ട്. അതിലേക്ക് നമുക്ക് പോകാം. എല്ലാ കാലങ്ങളിലും മനുഷ്യരെ മുന്നോട്ട് നയിക്കാനായി നാവ് ആയുധമാക്കിയവരെയെല്ലാം ഭരണാധികാരികൾ കൊന്നു കുഴിച്ചു മൂടുകയോ കത്തിച്ചു കളയുകയോ ചെയ്തിട്ടുണ്ട്. സോക്രട്ടീസും ഈ ഗണത്തിൽപ്പെട്ട മനുഷ്യസ്നേഹിയായിരുന്നു. സോക്രട്ടീസിന് മരണശിക്ഷ വിധിക്കപ്പെട്ടത് എന്തുകൊണ്ടായിരിക്കാം? ഇതിന്റെ ചരിത്രത്തിലേക്ക് നമുക്കൊന്ന് എത്തിനോക്കാം. മഹാനായ ചിന്തകനായിരുന്നു സോക്രട്ടീസ്. അദ്ദേഹം സ്വന്തമായി കൃതികളൊന്നും എഴുതിയിട്ടില്ല. പ്ലേറ്റോയുടെ ഗുരുനാഥനായിരുന്നു സോക്രട്ടീസ്. മറ്റുള്ളവരുടെ, പ്രത്യേകിച്ചും പ്ലേറ്റോയുടെ കൃതികളിലൂടെ മാത്രമേ സോക്രട്ടീസിന്റെ കാഴ്ചപ്പാടുകളെ പറ്റി നമുക്ക് പഠിക്കാനാകൂ. തുറന്ന മനസ്സോടെ ചുറ്റും കാണുന്ന എന്തിനേയും ചോദ്യം ചെയ്യുക, അതിലൂടെ അറിവ് നേടുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ രീതി. വിജ്ഞാനത്തിൽ നിന്നു മാത്രമേ നന്മയുണ്ടാകുകയുള്ളൂ എന്ന് മനുഷ്യർ വ്യക്തമായി സ്വയം അറിഞ്ഞിരിക്കണമെന്നും അദ്ദേഹം വിശ്വസിച്ചു. എങ്കിലും സമൂഹത്തെ തിന്മയിലേക്ക് നയിക്കുന്നു എന്ന കുറ്റം ചുമത്തി BC 399 ഭരണാധികാരികൾ അദ്ദേഹത്തെ മരണശിക്ഷയ്ക്ക് വിധിച്ചു. ജീവിതത്തെ നേരിട്ടതുപോലെ തന്നെ അല്പവും പതരാതെ അദ്ദേഹം മരണത്തെ സ്വീകരിച്ചു. എന്തിനേയും ചോദ്യം ചെയ്യുന്ന സ്വഭാവം കാരണം വളരെ കുറച്ച് സുഹൃത്തുക്കൾ മാത്രമേ അദ്ദേഹത്തിനുണ്ടായിരുന്നുള്ളൂ. സ്വന്തം അഭിപ്രായങ്ങളും വാദഗതികളും ഖണ്ഡിക്കപ്പെടുന്നതിന് ഇഷ്ടപ്പെടുന്നവർ ചുരുക്കമാണല്ലോ. തന്മൂലം വളരെയേറെ ശത്രുക്കൾ അദ്ദേഹത്തിനുണ്ടായി. അതുകൊണ്ടാണ് സോക്രട്ടീസിന് വിഷം കഴിച്ചു മരിക്കാനുള്ള വിധി നേരിടേണ്ടി വന്നത്. MGD ഗേൾസ് ഹൈസ്കൂളിൻ്റെ വാർഷിക പൊതുയോഗവും യാത്രയയപ്പും നടന്നു.
കുണ്ടറ MGD ഗേൾസ് ഹൈസ്കൂൾ 108ാമത് വാർഷികം നടന്നു. സ്കൂൾ മാനേജർ ഡോക്ടർ ഗബ്രിയേൽ മാർ ഗ്രിഗോറിയോസ് മെത്രാപ്പൊലീത്ത ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് ജിജുമോൻ മത്തായി അധ്യക്ഷത വഹിച്ചു. PC വിശ്വനാഥ് MLA അവാർഡുകൾ വിതരണം ചെയ്തു. സ്റ്റാഫ് സെക്രട്ടറി മാത്യു രാജൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഹെഡ് മാസ്റ്റർ റോയി സാമുവൽ, തെക്കൻ മേഖല സ്കൂൾ കോർഡിനേറ്റർ റവറൻഡ് ഫാദർ VG കോശി വൈദ്യൻ, വാർഡംഗം K ദേവദാസൻ, സ്കൂൾ ഗവേണിംഗ് ബോർഡ് അംഗം C ഡാനിയൽ, കുണ്ടറ സെമിനാരി മാനേജർ റവറൻഡ് ഫാദർ എബ്രഹാം M വർഗീസ്, പ്രിൻസിപ്പാൾ സജി വർഗീസ്, MGD ബോയ്സ് ഹൈസ്കൂൾ ഹെഡ് മാസ്റ്റർ ജേക്കബ് ജോർജ്, സെൻറ്റ് കുര്യാക്കോസ് LP സ്കൂൾ ഹെഡ് മാസ്റ്റർ T ലോവൽ, ജമീല ജോബ്, മേരി മാത്യു, ആനി മാത്യു, കുമാരി ഫാത്തിമ മുഹമ്മദ്, സീനിയർ അസിസ്റ്റൻറ്റ് ജോമിനി സൂസൻ എബ്രഹാം എന്നിവർ സംസാരിച്ചു. നല്ല വാക്കോതുവാൻ ത്രാണി ഉണ്ടാകണം പങ്ക്തിയിൽ ഇന്ന് നമ്മൾ എടുക്കുന്നത് നമ്മുടെ ബേപ്പൂർ സുൽത്താനുമായി ബന്ധപ്പെട്ട ഒരു കുറിപ്പാണ്. രസകരമായ എന്നാൽ വളരെ സത്യസന്ധവും ഹൃദ്യവുമായ ആ കുറിപ്പ് നമുക്കൊന്ന് വായിക്കാം. സുകുമാർ അഴീക്കോട് പുതിയ കാറ് വാങ്ങി. ഓടിച്ചു വരുമ്പോൾ അതാ ബഷീർ നടന്നു പോകുന്നു. കാറ് നിർത്തി അഴീക്കോട് ക്ഷണിച്ചു. കയറണം, ഞാൻ ഇറക്കിത്തരാം. വേണ്ട, എനിക്കെപ്പം ധൃതിയുണ്ട്, ഞാൻ നടന്നോളാം. ബഷീറിന്റെ ജീവിതത്തെ ആധാരമാക്കി MA റഹ്മാൻ നിർമ്മിച്ച ഡോക്യുമെന്ററി സിനിമയായ ബഷീർ ദ മാൻ കോഴിക്കോട് ആദ്യമായി പ്രദർശിപ്പിച്ചപ്പോൾ അത് കണ്ടിറങ്ങിയ ബഷീറിനോട് പത്രപ്രതിനിധികൾ അഭിപ്രായം ചോദിച്ചു. ബഷീർ പറഞ്ഞു, സിനിമ കൊള്ളാം, നായകൻ കിഴവനായിപ്പോയി, മമ്മൂട്ടിയോ മറ്റോ അഭിനയിച്ചാൽ മതിയായിരുന്നു. വൈക്കം മുഹമ്മദ് ബഷീർ മരിക്കുമ്പോൾ 86 വയസ്സ്. 108 വയസ്സുള്ള സ്വാതന്ത്ര്യ സമര സേനാനിയായ മൊയ്തു മൗലവി അന്ന് ജീവിച്ചിരിപ്പുണ്ട്. ബഷീറിന്റെ മരണത്തിൽ പ്രതികരണത്തിനായി പത്രക്കാർ സമീപിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്രേ, എന്തു ചെയ്യാം, ഭാവിയുള്ളൊരു ചെറുപ്പക്കാരനായിരുന്നു. ഒരിക്കൽ ശോഭന പരമേശ്വരൻ നായരും അരവിന്ദനും CV രാമനും VK ശ്രീരാമനും കൂടി ബഷീറിനെ കാണാൻ പോയി. മാംഗോസ്റ്റിൻ മരച്ചുവട്ടിൽ കസേരയിലും സ്റ്റൂളിലുമായി എല്ലാവരും ഇരുന്നു. VK ശ്രീരാമന് മാത്രം ഇരിപ്പിടം കിട്ടിയില്ല. അടുത്തുള്ള ഒരു തെങ്ങിന്റെ ചോട്ടിൽ ശ്രീരാമൻ മാറി നിന്നു. അതാരാണ് ആ തെങ്ങച്ചാരി നിൽക്കുന്നത്? ബഷീർ ചോദിച്ചു. ശ്രീരാമൻ CV ശ്രീരാമന്റെ മരുമകനാ. ശ്രീരാമനായാലും ഹനുമായാലും ആ തെങ്ങിന്റെ ചോട്ടിൽ നിന്ന് മാറി നിൽക്കാൻ പറ. ശനിയാഴ്ച സുകുമാർ അഴീക്കോട് വരുന്നുണ്ട്. ഓന് കണക്കാക്കി വെച്ചൊരു ഉണങ്ങിയ തേങ്ങ അതിലാടുന്നുണ്ട്. ബഷീർ ഒരു ഹോട്ടൽ ഭക്ഷണം കഴിക്കാൻ കയറി. തന്റെ കയ്യിലുണ്ടായിരുന്ന കാലൻകുട ഹോട്ടലിന്റെ ഉത്തരത്തിൽ തൂക്കിയിട്ടു. ബഷീർ ഭക്ഷണവും കാത്തിരിക്കുമ്പോൾ ഒരാൾ തന്റെ കുടയെടുത്ത് ധൃതിയിൽ നടന്നു പോകുന്നതാണ് കണ്ടത്. ബഷീർ അല്പം ഗൗരവത്തിൽ അയാളെ കൈകൊട്ടി വിളിച്ചു. ബഷീർ ചോദിച്ചു, താങ്കളാണോ വൈക്കം മുഹമ്മദ് ബഷീർ? അല്ല. എങ്കിൽ കുട അവിടെ വെച്ചിട്ട് പോ. അത് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെതാണ്. ONVയുടെ വിവാഹത്തിന് ബഷീർ തന്റെ ഒരു പുസ്തകമാണ് സമ്മാനമായി കൊടുത്തത്. ആദ്യ പേജിൽ ONVയുടെ ഭാര്യയ്ക്കുള്ള കുറിപ്പുമുണ്ടായിരുന്നു. ആദ്യത്തെ കളിയും ചിരിയുമെല്ലാം കഴിഞ്ഞ് ONV തല്ലാനും ഉപദ്രവിക്കാനും തുടങ്ങുമ്പോൾ വായിച്ചു ചിരിക്കാൻ. ബഷീർ അവസാന കാലത്ത് അധികമൊന്നും എഴുതിയിരുന്നില്ല. ഇതേക്കുറിച്ച് ഒരാൾ ചോദിച്ചപ്പോൾ ബഷീർ പറഞ്ഞു, അക്ഷരം കൂട്ടി വായിക്കാൻ പഠിക്കുകയാണ്, അത് കഴിയട്ടെ. അമ്പരപ്പോടെ നിന്ന അയാളോട് ബഷീർ ഇങ്ങനെ തുടർന്നു. മേഘങ്ങൾ ആകാശത്തും മീനുകൾ വെള്ളത്തിലും കാറ്റ് മരങ്ങളിലും എഴുതുന്ന അക്ഷരങ്ങൾ കൂട്ടി വായിക്കാൻ പഠിക്കുകയാ. വാർത്തകൾ ഇവിടെ സമാപിക്കുകയാണ്. നിങ്ങൾ ഓരോ നാളിലും ഞങ്ങൾക്ക് തരുന്ന സ്നേഹസഹകരണങ്ങൾക്ക് നാട്ടുവട്ടം ടീമിൻ്റെ നന്ദിയും ആദരവും അർപ്പിക്കുന്നു. ഞങ്ങളുടെ 2 സിനിമകൾ ആരും മുഖവും നിങ്ങൾ കൃത്യമായി കാണണം. അത് സാമൂഹിക പ്രസക്തമായ 2 വിഷയങ്ങളാണ് കൈകാര്യം ചെയ്യുന്നത്. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ എത്തിച്ചു കൊടുക്കണം. ഞങ്ങളുടെ 3ാമത്തെ സിനിമയാ കനൽച്ചിരി ഈ വരുന്ന ശനിയാഴ്ച 10-ാം തീയതി 2:30 മണിക്കാണ് പെരുമ്പുഴ ഗ്രാമോദ്ധാരണ സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിലാണ് അതിൻ്റെ ആദ്യ പ്രദർശനം. അതിന് നിങ്ങളെ ഓരോരുത്തരെയും, നമ്മുടെ നാട്ടുവട്ടത്തിൻ്റെ അഭ്യുദയകാംക്ഷികളും പ്രേക്ഷകരുമായ നിങ്ങളെ ഓരോരുത്തരെയും അത് കാണാനും വിലയിരുത്താനുമായി ഞങ്ങൾ ക്ഷണിക്കുകയാണ്. നാളെ വീണ്ടും നമുക്ക് പരസ്പരം നമ്മുടെ മൊബൈൽ ഫോണുകളിലൂടെ കാണാം. അതുവരെ നാട്ടുവട്ടം ടീമിൻ്റെ സ്നേഹം, ആദരം.